ഹലോ നമസ്കാരം. ഇന്ന് നടന്ന രണ്ട് പത്രസമ്മേളനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചെറിയ എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ PV അൻവർ MLA ഉന്നയിച്ച കുറച്ച് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ PV അൻവർ നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതേപോലെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയൊരു പത്രസമ്മേളനം, അത് കഴിഞ്ഞ് വീണ്ടും PV അൻവർ നടത്തിയൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് PV അൻവർ? നമ്മൾ ഒന്ന് ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. എൻ്റെ നാട്ടുകാരനാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഒതായിലാണ് ആളുടെ തറവാടും ആളുടെ വീടും. അവിടെയാണ് ഇയാൾ ജനിച്ചു വളർന്നതൊക്കെ. ധനികൻ എന്ന് പറഞ്ഞാൽ റിച്ചസ്റ്റ് ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ധനികനായ ഒരു വ്യക്തിയല്ല. എന്നാൽ തൻ്റേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് ബിസിനസ്സിൽ ബിരുദാനന്ദ ബിരുദമെടുത്ത് തൻ്റേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് വളർച്ചയിൽ എത്തിയ ഒരാൾ ആണ് PV അൻവർ. ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, PV അൻവർ ഇപ്പോൾ ഒരു 8 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. അതിൻ്റെ മുമ്പുണ്ട്. എന്നാൽ MLA എന്ന ഒരു സ്ഥാനത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 അല്ലെങ്കിൽ 7 കൊല്ലമായി. ഈ ഒരു പദവിയിലേക്ക് എത്തിയിട്ട് സാധാരണ ആളുകൾ MLA ആയതിനു ശേഷം ധനികനാവും. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് PV അൻവർ MLAക്ക് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരു MLA ആയതിനു ശേഷം അല്ലെങ്കിൽ മന്ത്രി ആവേണ്ട ആവശ്യമില്ല. ആവാൻ റിച്ചസ്റ്റ് ആവാനോ അല്ലെങ്കിൽ സമ്പാദിക്കാനോ. അതുകൊണ്ട് തന്നെ ഓൾറെഡി റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ വളരെ തെളിയിച്ചിട്ടുള്ള അവൻ്റെ ആളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് സ്വന്തമായിട്ട് തന്നെ ആൾക്ക് വേണ്ടതെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. PV അൻവർ MLA ഈ ഇടയായിട്ട് കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ ADGP അജിത് കുമാറിനെയൊക്കെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള കുറച്ച് വ്യക്തികളെ കുറിച്ചൊക്കെ കുറച്ച് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നാണ് അതിനെക്കുറിച്ചൊരു മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഒരു നിലപാടുകൾ ഉന്നയിച്ചു. എന്താണ് ഉന്നയിച്ചത്? ഒരിക്കലും PV അൻവർ MLA പറയുന്ന വിഷയം കറക്റ്റ് ആവില്ല. അതായത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പൊളിറ്റിക്സ് സെക്രട്ടറി ശശികുമാറിനെയൊക്കെ കുറിച്ചിട്ട് PV അൻവർ MLA ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ അതിനെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി അതിനെ എതിർക്കുകയും എന്നാൽ PV അൻവർ MLA അകറ്റി, അതായത് തള്ളിപ്പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വിഷയത്തിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായിട്ട് PV അൻവർ MLA തള്ളിപ്പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, PV അൻവർ MLA ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടു കൂടി സഹയാത്രികന്മാർ ഉന്നയിക്കുന്ന പോലെ എല്ലാ വിഷയങ്ങളും ഉന്നയിക്കുന്നത് ആദ്യം പാർട്ടിയിൽ അവതരിപ്പിച്ചിട്ട് വേണമായിരുന്നു അത് പബ്ലിക്കായിട്ട് ന്യൂസ് ചാനലുകളോട് വിശദീകരിക്കേണ്ടിയിരുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയത്തിൽ ആ ഒരു രീതിയാണ് PV അൻവർ എടുത്തിരുന്നതെങ്കിൽ ഒരിക്കലും ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് PV അൻവർ എങ്ങനെയാണോ ഈ ഒരു വിഷയത്തിൽ ആക്ഷൻസ് എടുത്തത് അല്ലെങ്കിൽ ഇത് അവതരണം ചെയ്തത്, അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ആൾ ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും അറിയാൻ പറ്റി, അതിൻ്റെ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റി, ട്രാൻസ്ഫർ ചെയ്യേണ്ടവരെ, സസ്പെൻഡ് ചെയ്യേണ്ടവരെ അതെല്ലാം ആ ഒരു രീതിയിൽ ചെയ്യാനും പറ്റി. അപ്പം മുഖ്യമന്ത്രി ഇതിൽ ശരിയാണോ അല്ലെങ്കിൽ PV അൻവർ ഈ ഒരു വിഷയത്തിൽ ശരിയാണോ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ രണ്ടും ശരിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് വെച്ച് A to Z കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനാണ് ആളുടെ കീഴിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, സെക്രട്ടറി ഉണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി, ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇവരുടെ ത്രൂ ആണ് ഇത്തരം വിഷയങ്ങളിൽ സൊല്യൂഷൻ കണ്ടെത്താനും ആ ഒരു കാര്യം അവർ ത്രൂ ആണ് പിണറായി വിജയനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞ അറിവാണ് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ലീഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അണ്ടറിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്താണ് ചോദിക്കുക എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു ലീഡാണ്. അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എൻ്റെ കീഴിലുള്ള ആളുകൾക്ക്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിക്ക്
ആളുടെ കീഴിലുള്ള ആളുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക. ഡയറക്റ്റ് പോയിട്ട് ഇന്ന കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനോ സാധിക്കില്ല. അതുപോലെ പരിമിതികളുണ്ട്. അപ്പം ആ കീഴിലുള്ള ആളുകൾ കൊടുത്ത ഇൻഫർമേഷൻസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ, ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെ കയ്യിലുണ്ടാവുക. അതുകൊണ്ട് അത്തരത്തിൽ കുറേ പരിമിതികളുണ്ടാവും. എന്നാൽ അതുപോലെ തന്നെ PV അൻവർ MLA ഞാൻ പറഞ്ഞതുപോലെ ആൾ ചെയ്യേണ്ട രീതി തന്നെയാണ് ചെയ്തത്. അത് എത്തേണ്ടടുത്ത് എത്തുമ്പോൾ ആ ഒരു ആക്ഷൻസ് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതാണ് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ ആളുടെ പൊസിഷനിലിരുന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ PV അൻവർ MLA ഏത് ഡയറക്ഷനിലാണോ പോവേണ്ടിയിരുന്നത് ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉടനെ തന്നെ PV അൻവർ MLA ഈ ജനങ്ങളിലേക്ക് എത്തിച്ച വിഷയങ്ങൾക്ക് അത് പാർട്ടി ഇടപെട്ട് അതിൻ്റെ സത്യമായിട്ടുള്ള രീതിയിൽ, അതിൻ്റെ യഥാർത്ഥ രീതിയിൽ എന്താണോ വിഷയം, ആ വിഷയത്തിനനുസരിച്ച് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് ചെയ്തവർക്കെതിരെ ആക്ഷൻസ് എടുക്കാൻ ഗവൺമെൻറ്റിനും പോലീസ് സംവിധാനങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.